ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് പൂതനൂർ കുമ്മാട്ടിയുടെ വിശേഷങ്ങൾ കണ്ടാലോ. കുമ്മാട്ടി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായേ. മാർച്ച് 25-നായിരുന്നു പൂതനൂർ കുമ്മാട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ദാ അമ്പലത്തിലെ വിളക്കുകൾ എത്ര ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രകാശം വിരിഞ്ഞ് പൂതനൂർ ശ്രീ കുന്നപ്പുള്ളി ഭഗവതി ക്ഷേത്രം നിൽക്കുക കേട്ടോ. ഇത് കുമ്മാട്ടിക്കൊക്കെ മുന്നേ തന്നെ അവിടെ കുറച്ച് ആചാരങ്ങളുണ്ട്. നമ്മൾ നെല്ലൊക്കെ ഉള്ളവരാണെന്നിട്ട് കൃഷിയുള്ളവരാണെങ്കിൽ നെല്ലൊക്കെ വെച്ചിട്ട് മുറ്റത്ത് കോലമൊക്കെ ഇട്ട് അണിഞ്ഞിട്ട് ഇങ്ങനെ ദേവി വീട്ടിലോട്ട് വരുന്നു എന്നുള്ളൊരു സങ്കല്പം പോലെ. നമുക്ക് നെല്ലില്ലാത്തവർ അരി വെച്ചിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ദേവി വരുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അതിനുശേഷം അതുപോലെ തന്നെ 20 ദിവസം മുന്നേ തന്നെ പാവക്കൂത്ത് ആരംഭിക്കും. അതായത് ദേവി ദാരികനെ വധിക്കാൻ പോയ സമയത്താണ് രാമരാവണ യുദ്ധം നടന്നതെന്നും അത് കാണാൻ ദേവിക്ക് പറ്റാത്തത് കൊണ്ട് 20 ദിവസം മുന്നേ തൊട്ടിട്ട് രാമായണ കഥയാണ് കൂത്തില് അരങ്ങേറുന്നത്. എന്നാൽ കുമ്മാട്ടിയുടെ തലേ ദിവസമാണ് രാമരാവണ യുദ്ധം കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് കുമ്മാട്ടിന്റെ സമയത്തുള്ളതാണ് ഇങ്ങനെ പൂതൻതിറ വരും. പൂതൻതിറ, പിന്നെ പാണര്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1-2 ഇതുണ്ട്. പൂതൻതിറയൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഈ ഇടയിൽ കൂടെ ആയിരിക്കും. ഈ ഒരു 20 ദിവസം ഫുൾ സെലിബ്രേഷൻ മൂഡായിരിക്കും കേട്ടോ. നമ്മുടെ നാട് മൊത്തത്തിൽ 20-21 ദിവസത്തെ ഒരു മാസം നമുക്ക് ശരിക്കും പറയാം. മാർച്ച് മുഴുവൻ സെലിബ്രേഷൻ മൂഡിലായിരിക്കും ഉണ്ടാവുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. നല്ല രസമായിരിക്കും. അമ്പലത്തിലാണെങ്കിലും ഒരുപാട് പരിപാടികൾ, ഒരുപാട് വിശേഷ പൂജകൾ അതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതാണ് പൂതൻതിറ. പൂതൻതിറ തന്നെ 1-2 ഇതുണ്ട്. ആ പോയതാണ് കേട്ടോ പാണര്. ഇത് ഞാൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സ്പീഡിലങ്ങ് പോകുമ്പോൾ പാസിങ് ഒന്ന് എടുത്തിട്ട് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചിട്ട്. ഇത് നമ്മുടെ കുമ്മാട്ടിയുടെ തലേ ദിവസമാണ്. കുമ്മാട്ടിയുടെ തലേ ദിവസം നമുക്ക് കമ്പം കത്തിക്കൽ എന്നൊരു സാധനം ഉണ്ട് കേട്ടോ. വൈകുന്നേരത്ത് പൂതനൂരിലുള്ള അത്യാവശ്യം എല്ലാ ആളുകളും അവിടെ ഉണ്ടാവും കേട്ടോ. കമ്പം കത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസത്തെ ഫുൾ ഡെക്കറേഷൻസ് ഒക്കെയാണ് അമ്പലത്തിൽ. പിന്നെ നല്ലൊരു കൊട്ട് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കമ്പം കത്തിക്കുന്നത് ഞാൻ സ്പീഡാക്കിയതാണ്. കുറച്ച് അധിക സമയം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. എല്ലാ കുട്ടികൾ തൊട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ ഇത്. നല്ല രസമാണ്. നമുക്ക് പോയില്ലെങ്കിൽ അത് നഷ്ടമാവും. അടിപൊളിയാണ്. കുറേ നേരം നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ട്. ഞാനിത് പെട്ടെന്ന് തീർന്നു എന്ന് വിചാരിച്ചു. എന്താ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഓഫാക്കിയായിരുന്നു. അതിന് ശേഷമാണ് ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി, ചുറ്റാൻ തുടങ്ങിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, തീമഴ പെയ്യുന്ന പോലെ സമയം ഫുള്ളും നല്ല രസമായിരുന്നു. നമുക്ക് മനസ്സിനൊരു കുളിർമയൊക്കെ നൽകുന്ന എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടോ അത്. അങ്ങനെ കുമ്മാട്ടിയായി. കുമ്മാട്ടിക്ക് ഇത് ആദിനിയും ഋതുവിനെയും ഞാൻ വേഷം കെട്ടിച്ചതാണ്. ഇത് ഋതുവിനെ കൃഷ്ണവേഷം കെട്ടിക്കാന്ന് ഞാൻ രാവിലെ പ്ലാൻ ചെയ്തു, അങ്ങോട്ട് കെട്ടിച്ചു. അത്രേ ഉള്ളത്. നമ്മൾ മുന്നേ ഒന്നും തയ്യാറായിരുന്നില്ല കേട്ടോ. ഇത് ഏതായി എന്താ പറയുക, നായാടി വേഷം കെട്ടിയിരിക്കുന്നതാണ്. അങ്ങനെ വേലകൾ വരാൻ തുടങ്ങി. നമ്മുടെ കുരങ്ങങ്ങ് ഓടിക്കേറി കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടിക്കേറിയായിരുന്നു. ഇത് പാവമായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നുമില്ല. അങ്ങനെ ആളങ്ങ് ഓടിക്കേറിയെന്നേ ഉള്ളൂ. ഹ്യൂഗോ കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹ്യൂഗോയ്ക്ക് പേടിയൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ പണി ചെയ്തുകൊണ്ട് ഞാൻ റെഡിയാവും നിൽക്കുമ്പോഴാണ് വന്നത്. എന്നിട്ട് പിന്നെ ഞാനും ചാടിക്കയറിപ്പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോഴേക്കും ഫസ്റ്റത്തെ വേല വന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അത് ഫസ്റ്റത്തെ വേല പാസ് ചെയ്തുകൊണ്ട് ഇത് സെക്കൻഡ് വേല എങ്ങാണ്ടെന്ന് തോന്നുന്നു. അപ്പോഴേക്കും പിന്നെ ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, ആന അവിടെ പറ്റില്ല. കുന്നപ്പുള്ളിക്കാവിൽ ആന പറ്റില്ല. അതുകൊണ്ട് കാളവേലയാണ് കുന്നപ്പുള്ളിക്കാവിൽ ഉണ്ടാവാറ്. ഇത് വണ്ടിയിൽ ഡാൻസ് കളിക്കുന്ന ദേവികൾ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ്. നമ്മൾ DJ ഇവിടെ അലൗഡ് അല്ല കേട്ടോ. അലൗഡ് അല്ല പറഞ്ഞാൽ അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല. സോ DJ ഒന്നും ഉണ്ടാവാറില്ല. മുന്നേയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും DJ അതുകൊണ്ട് വെക്കാറില്ല കേട്ടോ. കാളവേലകളാണ് ഉണ്ടാവുക. എല്ലാ വേലയിലും മിക്കവാറും കാള ഉണ്ടാവാറുണ്ട്. എന്താ കാളവേല, എനിക്ക് ഈ കാളിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ആട്ടുന്നുണ്ട്. ആ കൺപീലി കാണാനും നല്ല രസമുണ്ടായിരുന്നേ. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചതാ. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ കണ്ണൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കുട്ടികളെ കണ്ടപ്പോൾ കൊതിപ്പിക്കാനായിട്ട് ഇതേ പോണ് കണ്ടോ. കാണുമ്പോൾ തന്നെ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കാണുമ്പോൾ നമുക്കും തന്നെ വാങ്ങാനൊരു ഒരു ഒരു ഇത് വരുന്നുണ്ട്, ത്വര വരുന്നുണ്ട്. അവരാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ആ ബലൂണും പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ 4 പിള്ളേരുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നിന്നത്. കൊട്ടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി പറക്കോട്ടുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. ബാൻഡുകളാണെങ്കിലും അടിപൊളിയായിരുന്നു. ഇവരും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മറ്റേ ഗരുഡൻ്റെ ഇതുപോലത്തെ
ഗരുഡൻ തന്നെയാണോ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതും നല്ല രസമുണ്ടായിരുന്നു. അവർ ആ കറങ്ങുന്നതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ സമയത്തിൻ്റെ പരിമിതിയൊന്നുമില്ല, പക്ഷെ ബോറടിക്കൂലേ, അപ്പോൾ അത് കാരണമാണ് ഇടാതിരുന്നത് കേട്ടോ. ഇപ്പം എന്തായാലും എല്ലാവരുടെയും വേല സമയം ആയതുകൊണ്ട് എല്ലാവരും എല്ലാ വേലയും കണ്ടിട്ടുണ്ടാവും, എല്ലാ വേഷങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കിതൊരു മെമ്മറി ആയിരിക്കുമല്ലോ നാളേക്ക് ഇത് കാണുമ്പോഴാണെങ്കിലും. നമ്മുടെ 2026 ഈ രീതിയിലാണ് കടന്നു പോയത്, ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് കാണാമല്ലോ. ഓരോ വർഷവും വെറൈറ്റീസ് ഉണ്ടല്ലോ. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് ആ ഗരുഡൻ നമ്മുടെ ആദിനെ പിടിച്ചതാണ് കേട്ടോ. ആദ്യം പണ്ടൊക്കെയാണെങ്കിൽ കരഞ്ഞിട്ടുണ്ടാവും, ഇപ്പം അവൻ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കരച്ചിൽ അടക്കി പിടിച്ച് പേടിയുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ഇരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വേറൊരു കിങ് കോങ് ആയിരുന്നേ. ഇത് പക്ഷെ കുറച്ച് ടെററായിരുന്നു. ഫസ്റ്റ് വന്നത് നല്ല ജോലി ആയിട്ടുള്ളതായിരുന്നു. ഇത് കുറച്ച് എനിക്ക് ടെററായിട്ട് തോന്നി കേട്ടോ. കിങ് കോങ് മാത്രമല്ല, പക്ഷെ കിങ് കോങ് ആണ് വൈറലെങ്കിലും എപ്പോഴും നമുക്ക് റാബിറ്റുകൾ, ഡക്ക്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല ക്യൂട്ടായിരുന്നേ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസം. നമ്മുടെ വളരെ ചെറിയൊരു വഴിയാണ് കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ ഒരു വേല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോൾ ഫുള്ള് തിരക്കായിരിക്കും. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു വലിയൊരു ആഘോഷമാണത്. വണ്ടി വേഷങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, എന്നാലും വണ്ടി വേഷങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടാവും, ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റും. ഒന്നും മിസ്സിങ് അല്ല, എല്ലാം ഉണ്ട്. പക്ഷെ വലിയ തരത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എന്നാൽ ഒരുപാട് കുഞ്ഞാണോ ചോദിച്ചാൽ അതുമല്ല. ഇത് നമ്മുടെ പട്ടത്തൊടി വേലയുടെ കൊട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പോയി വേലിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഏട്ടയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടോ പൊടി പാർന്ന് കണ്ടോ? ആ പാർന്ന പൊടിൻ്റെ അടുത്തായിരുന്നു ഞാൻ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ബ്രദേഴ്സ് ഉള്ളത് കൊണ്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ പിന്നെ നമ്മളെ വിളിക്കാൻ കാത്തിരിക്കുമായിരിക്കുമല്ലോ നമ്മൾ ചാടാൻ വേണ്ടിയിട്ട്. അങ്ങ് കയറി ചാടി ഗൈസ്. അത് കുറച്ചധികം നേരം അങ്ങ് ചാടി, ഒരു 10-15-20 മിനിറ്റ് നിന്ന് ചാടി. നിന്ന് ചാടുന്ന കണ്ടു. ആ ചാട്ടം പിന്നീട് ഞാനൊരു ടെൻഷനിലേക്കാണ് പോയത്. എന്നെ വിളിക്കാനായിരുന്നു ബ്രദേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം നമ്മുടെ മുണ്ടൂർ കുമ്മാട്ടിയായിരുന്നു. പൂതനൂർ കുമ്മാട്ടിൻ്റെ പിറ്റേ ദിവസം. എൻ്റെ മുഖം കണ്ടോ? ഇതാണ് സംഭവിച്ചത്. മൊത്തം വീർത്തു. വന്നിട്ട് ഞാൻ ഫ്രഷായിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിന്നതാ. കാരണം പിറ്റേ ദിവസം മുണ്ടൂർ കുമ്മാട്ടിയാണല്ലോ. അപ്പോൾ അവിടെ രാവിലെ തന്നെ വേഷങ്ങളൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഫുള്ളായിട്ട് എൻ്റെ മേലെ കുരുവായിട്ട് വന്നു. ടെൻഷനായി, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ബ്രദേഴ്സിനടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കൊക്കെ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പൂതനൂർ കുമ്മാട്ടിയുടെ 2026 വിശേഷങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്ന്, പക്ഷെ കഴിഞ്ഞില്ല. ഈ വേലകളെല്ലാം അമ്പലത്തിലോട്ടാണ് കേട്ടോ പോവുക. അമ്പലത്തേക്ക് എനിക്ക് ഇതിങ്ങനെ പിമ്പിൾസ് ഒക്കെ വന്നല്ലോ, മൊത്തം മുഖമൊക്കെ വീങ്ങിയല്ലോ, അതുകൊണ്ട് പോയില്ല. പക്ഷെ പകരം വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന്, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് വേലകളെല്ലാം പോകുന്നത്. അപ്പം ഇരുന്ന് അവസാനത്തെ വേലയും കണ്ടു എന്നുള്ളത് ഇതോടുകൂടി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കാലഭൈരവൻ ദാ പോകുന്നു. ഓക്കെ, ബൈ.